ഹരിനാരായണ ഗോവിന്ദ ജയനാരായണ ഗോവിന്ദ സേതുവരേശ്വര ഗോവിന്ദ കേതുമാലേശ്വര ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഗോവിന്ദ ഹരേ ഗോവിന്ദ. ഭീമസേനനെ ഒരുവിധം തണുപ്പിച്ചു ഭഗവാൻ. അപ്പണ്ടത് അർജുനൻ തുടങ്ങുന്നു. സന്ധ്യയല്ല, യുദ്ധമാണ് ഇതിന് പരിഹാരമാർഗമെന്ന് അങ്ങനെക്ക് നല്ലോണം അറിയാം. എന്നാലും എന്തുകൊണ്ടോ അങ്ങ് സന്ധി സംഭാഷണത്തിന് പുറപ്പെടുന്നു. അത് വിജയിക്കാൻ പോകുന്നില്ല എന്നും അങ്ങക്ക് നല്ലോണം അറിയാം. ഒരുപക്ഷെ യുദ്ധത്തിൻ്റെ ആ ഉദ്ദേശത്തെ ഒന്ന് ത്വരിതപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങയുടെ തന്ത്രമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്ങനെയായാൽ എല്ലാവർക്കും ക്ഷേമം ലഭിക്കും എന്ന് അങ്ങേക്ക് തോന്നുന്നതോ അതേമാതിരി അങ്ങ് ചെയ്യുമെന്ന് എനിക്ക് പരിപൂർണ ബോധ്യം ഉണ്ട്. അതിന് ഭഗവാൻ ഒരു മറുപടി പറയുണ്ടായി. പാണ്ഡവശ്രേഷ്ഠ, പരിശ്രമിക്കാനല്ലാണ്ട് അതിനെ ഫലവത്താക്കാൻ മനുഷ്യന് അധികാരമില്ല. പ്രവർത്തിക്കാൻ മാത്രമേ മനുഷ്യന് അധികാരമുള്ളൂ. ഫലം തരാനുള്ളത് ഈശ്വരനാണ്. എന്നാലോ പുരുഷപ്രയത്നമില്ലാണ്ട് ഈശ്വരന് ഫലം തരാനും പറ്റില്ല. അതുകൊണ്ടാണ് പറയണത്, പൗരുഷവും ഈശ്വരാധീനവും ഒന്നിച്ചു കൂടുമ്പോഴേ ഫലം ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് പ്രവൃത്തി ചെയ്യുമ്പോഴും അതിന് ശുഭഫലം ലഭിക്കാൻ ഈശ്വരനെ കൂട്ടുപിടിക്കണം. ഇത് കഴിഞ്ഞ ഉടനെ നകുലനും സഹദേവനും അവരുടെ അഭിപ്രായങ്ങളായിട്ട് മുന്നോട്ട് വന്നു. അല്ലയോ ഭഗവാന്, ധർമ്മരാജാവ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം 100 തവണ ഈ സഭയിൽ പറഞ്ഞു കഴിഞ്ഞു. നമ്മളെല്ലാവരും അത് കേട്ടതും ആണ്. ഭീമാർജുനന്മാരും അവരുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ബന്ധുജനങ്ങളും ധാരാളം സൈന്യങ്ങളും നമ്മളെ സഹായിക്കാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മനുഷ്യ മനസ്സ് ചപലാണ്. ഒരിക്കൽ തോന്നുന്നതല്ല ഇനി ഒരിക്കൽ തോന്നണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അവകാശപ്പെട്ടതെല്ലാം കിട്ടാതെ ഞങ്ങൾ ഇതിൽ നിന്നും പിന്മാറില്ല എന്ന് അങ്ങ് അവരെ നല്ലതുപോലെ ബോധ്യപ്പെടുത്തണം എന്നേ എനിക്ക് പറയാനുള്ളൂ. ഉടനെ സഹദേവൻ തുടങ്ങി. ഭഗവാന്, യുദ്ധമില്ലാണ്ട് കൗരവർ ഞങ്ങൾക്ക് അവകാശപ്പെട്ടത് തരുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? ഈ പാഞ്ചാലിയെ സദസ്സിൽ വെച്ച് അപമര്യാദയായിട്ട് അവർ കാണിച്ചതൊക്കെ എല്ലാവരുടെ മനസ്സിലും കിടന്ന് തിളക്കി തന്നെയാണ്. അതിനൊക്കെ മറുപടി പറയേണ്ട സമയമായിരിക്കുന്നു. അതിന് യുദ്ധം മാത്രമേ വഴിയുള്ളൂ. ആ വഴിയാണ് ഇപ്പോൾ തുറന്നിരിക്കുന്നത്. ഈ സദസ്സിലിരിക്കുന്നവരെല്ലാവരും യുദ്ധത്തിനെതിരായാലും ഞാൻ ഒറ്റയ്ക്ക് യുദ്ധം ചെയ്യും, വേണ്ടി വന്നാൽ വീരമൃത്യു വരിക്കും, അത്ര തന്നെ. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ബാഷ്പനേത്രയായിട്ട് പാഞ്ചാലി സദസ്സിൻ്റെ മുമ്പിലേക്ക് വന്നിട്ട് തൊഴുതുകൊണ്ട് ഭഗവാനോട് പറയാണ്, എല്ലാം അറിയുന്ന കൃഷ്ണ, ഞാൻ അങ്ങോട്ട് ഇനി എന്താ പറയേണ്ടത് എന്ന് എനിക്കറിയില്ല. ഇവിടെ ബലപ്പെട്ടിരിക്കുന്ന അഭിപ്രായം യുദ്ധം വേണ്ട എന്നാണെന്ന് തോന്നുന്നു. ധർമ്മഭ്രഷ്ടരായ ക്ഷത്രിയരെ സാമധാന ഭേദങ്ങൾ കൊണ്ടൊന്നും തൃപ്തിപ്പെടുത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാണ് അഭിജ്ഞമതവും. ഇനി ഭഗവാൻ എന്തൊക്കെ സംസാരിക്കുന്നതായാലും എന്തൊക്കെ തീർച്ചപ്പെടുത്തുന്നതായാലും ശരി, അപ്പോഴൊക്കെ അങ്ങയുടെ മനസ്സിൽ ദുശാസനൻ എന്നെ വലിച്ചിഴച്ചു കൊണ്ടിരുന്നതും എൻ്റെ ഈ അഴിഞ്ഞു കിടക്കുന്ന തലമുടിയും ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കുന്നു. പോർക്കടത്തിൽ വീണ് കിടക്കുന്ന ദുര്യോധനാദികളുടെ പൊടി പുരണ്ട ശവങ്ങളെ കഴുകന്മാർ കൊത്തി വലിക്കുമ്പോഴേ എൻ്റെ മനസ്സിന് തൃപ്തി ഉണ്ടാവുള്ളൂ കൃഷ്ണ. അത് അങ്ങ് എനിക്ക് കാണിച്ചു തരണം. അതൊഴിച്ച് മറ്റൊന്നും എൻ്റെ ദുഃഖത്തിന് ശാന്തിയും മനസമാധാനവും ഉണ്ടാവാൻ പോണില്ല. ദേവിയുടെ ആവശ്യങ്ങളും
ഭീമാർജുനന്മാരുടെ ആവശ്യങ്ങളും ഒന്നിനും ഒരു ഭംഗവും വരാൻ പോകുന്നില്ല. എൻ്റെ സഖിയായ ദ്രൗപദിയുടെ എല്ലാ ദുഃഖങ്ങളും എൻ്റെയും കൂടി ദുഃഖമാണ്. എൻ്റെ ഭക്തരുടെ എല്ലാ സുഖ ദുഃഖങ്ങളിലും ഞാനും ഭാഗഭാക്കാണ് എന്ന് മനസ്സിലാക്കുക. എൻ്റെ ഭക്തരെ വിസ്മരിച്ചിട്ട് എനിക്ക് ഈ ഭൂലോകത്തിൽ ഒന്ന് തന്നെ ചെയ്യാൻ കഴിയില്ല എന്നും എല്ലാവരും ഓർത്തിരിക്കുക. എല്ലാം എൻ്റെ ഭക്തർക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. അവരുടെ കർമ്മങ്ങൾ സഫലമാക്കുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ വഴി. അങ്ങനെയൊക്കെ പറഞ്ഞ് പാഞ്ചാലിയും ഒന്ന് സമാധാനിപ്പിച്ചു. അടുത്ത ദിവസം കാലത്ത് ദൂതിന് പോവാനായിട്ട് ഭഗവാൻ തീരുമാനമെടുത്തു. സഭയിലെല്ലാവരും അംഗീകരിച്ചു. അങ്ങനെയാണ് അന്ന് പാണ്ഡവസഭ പിരിഞ്ഞത്. എല്ലാവർക്കും ഭഗവാന്റെ എല്ലാ ആശീർവാദങ്ങളും ഉണ്ടാവണേന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു.